പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിന്റെ ചതിയെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ദേവബാല ആകെ പകച്ചുപോയിരിക്കുകയാണ്. ഒരിക്കലും അവൻ ഇങ്ങനെ തന്നോട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അവന്റെ ഈ ചതിക്കൊരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല. അവൻ എന്നെ ചതിച്ചതാ, അതുകൊണ്ട് തന്നെ ആ ചതിയനെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇതിനൊരു തിരിച്ചടി ഞാൻ കൊടുക്കും. അത് എൻ്റെ വാശിയാണ്. ഇതുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ ദേവബാല. അഭിഷേകിനെ കൊടുക്കുക തന്നെ വേണം. അതിന് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക? അവനിപ്പോൾ എവിടെയായിരിക്കും? ആ ഇഷയുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവൻ അങ്ങനെയൊരു ചതിയനാണ്. അതുകൊണ്ട് തന്നെ അവനെ ആദ്യം പിടികൂടുകയാണ് വേണ്ടത്. ഇതുറപ്പിച്ച് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ ദേവബാല. ഇതിനിടയിൽ ഇഷയുടെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ദേവരാജൻ ആകെ പകച്ചു പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇനി എന്തു ചെയ്യും? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക? ഈ സത്യങ്ങൾ പുറത്തു വന്നാൽ നാട്ടിൽ തൻ്റെ ഇമേജ് എന്തായിരിക്കും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ അയാളെ അലട്ടുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം അയാൾ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ദേവരാജന്റെ ഈ മാറ്റങ്ങൾ കാണാനിടയാകുന്നത് ഇഷയെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ഇഷ എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ്. അച്ഛാ, എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛന്? എന്നോട് എന്തും തുറന്നു പറയാം. നീ നീ എന്താണ് എന്നോട് പറയാൻ മനസ്സിൽ വെച്ച കാര്യങ്ങൾ? അതെനിക്കറിയണം. ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛൻ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇഷ. അച്ഛാ, അച്ഛൻ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അത് അഭിഷേക് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇനി അഭിഷേകിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞത്. ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അച്ഛാ. എനിക്ക് രാഹുലിനെ വേണ്ട. അതാണ് ഞാൻ അച്ഛനോട് സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ഈ കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റില്ല ഇഷ. ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് ഈ കുഞ്ഞുമായി അഭിഷേകിൻ്റെ കൂടെ ജീവിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണുള്ളത്. സ്വത്തുക്കളും മറ്റൊന്നും തന്നില്ലെങ്കിലും ഞാൻ പോകും. അത് എൻ്റെ തീരുമാനമാണ് അച്ഛ എന്ന് പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാളെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.